നമസ്കാരം. എല്ലാവർക്കും ആത്മോദയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഊർജ ചക്രങ്ങൾ ഏതൊക്കെയാണ്? ഈ 7 ചക്രങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഇവ തകരാറിലായാൽ സംഭവിക്കുന്ന മാനസികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള വിപത്തുകൾ എന്നിവയെ ആസ്പദമാക്കിയിട്ടുള്ള വീഡിയോകളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അപ്ലോഡ് ചെയ്തത്. റൂട്ട് ചക്ര, സേക്രൽ ചക്ര, സോളാർ പ്ലക്സസ് എന്നീ എനർജി സെൻറ്റേഴ്സിനെ കുറിച്ചും ഇവ തകരാറിലായാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഇതിനുള്ള പ്രതിവിധികളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പങ്കുവച്ചത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ചാനൽ സന്ദർശിച്ച് മറ്റുള്ള വീഡിയോകൾ കാണേണ്ടതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഹാർട്ട് ചക്ര, അതായത് അനാഹത ചക്രം തകരാറിലായാൽ സംഭവിക്കുന്ന മാനസികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവ നമുക്ക് എങ്ങനെ ആക്റ്റീവായിട്ട് നിലനിർത്താൻ സാധിക്കും, ഹാർട്ട് ചക്ര ബാലൻസ് ആയിട്ടുള്ള വ്യക്തികളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നിവയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഊർജ കേന്ദ്രത്തെയാണ് ഹാർട്ട് ചക്ര എന്ന് വിളിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അനാഹത ചക്രം. ഇത് പ്രധാനമായിട്ടും തൈമസ് ഗ്രന്ഥിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹാർട്ട് ചക്ര പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന അവയവങ്ങൾ ഹാർട്ട്, ലെൻസ്, ബ്രസ്റ്റ്, 2 ഷോൾഡറുകൾ, നെഞ്ച്, റിബ്സ്, 2 സൈഡ് ആംസുകൾ എന്നീ അവയവങ്ങളെയാണ് ഹാർട്ട് ചക്ര പ്രധാനമായിട്ടും സ്വാധീനിക്കുന്നത്. ഹാർട്ട് ചക്ര പ്രധാനമായിട്ടും ഭൗതിക ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ്. ഇത് പ്രധാനമായിട്ടും സ്നേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹാർട്ട് ചക്ര തകരാറിലാകുമ്പോൾ മാനസികപരമായും ശാരീരികപരമായും വൈകാരികപരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതാണ്. ശാരീരികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, ബ്രസ്റ്റ് ക്യാൻസർ, ഹൈ ബ്ലഡ് പ്രഷർ, ആസ്മ, അലർജി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്നിവയെല്ലാം ഹാർട്ട് ചക്ര തകരാറിലായ വ്യക്തികളിൽ കണ്ടുവരുന്ന ശാരീരിക പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ഹാർട്ട് ചക്ര തകരാറിലായ വ്യക്തികളിൽ കണ്ടുവരുന്ന മാനസികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിരവധിയാണ്. സ്നേഹമില്ലാത്ത പെരുമാറ്റം, ക്ഷമിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥ, എല്ലാത്തിനോടും പ്രതിരോധ മനോഭാവം, അസൂയ, ബന്ധങ്ങളിൽ തകരാറുകൾ സംഭവിക്കുക, വിശ്വാസമില്ലായ്മ, സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, എല്ലായ്പ്പോഴും ദുഃഖത്തിൽ ജീവിക്കുക, അവർക്ക് അവരെ തന്നെ ഒരു നഷ്ടമായിട്ടുള്ള ഒരു കണക്ഷൻ നഷ്ടമായിട്ടുള്ള ഒരു ഫീലിങ്സ്, ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഡിപ്രഷനായിട്ടുള്ള ഒരവസ്ഥ. ഹാർട്ട് ചക്ര തകരാറിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും അനുഭവപ്പെടുന്ന ഒരു ഫീലിംഗ് ആണ് നെഞ്ചിന് ഭാരമുള്ളതായിട്ടുള്ള ഒരു അനുഭവം, ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ലാത്ത ഒരവസ്ഥ, അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു വെളിച്ചമില്ലാത്ത ഒരു ഇരുണ്ട ഒരവസ്ഥ, ഭൂമിയിൽ ആർക്കും പരസ്പരം തമ്മിൽ സ്നേഹമില്ല എന്നുള്ള ഒരു ചിന്ത, ഇതെല്ലാം ഹാർട്ട് ചക്ര തകരാറിലായ വ്യക്തികളിൽ കണ്ടുവരുന്ന മാനസികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഹാർട്ട് ചക്ര ആക്റ്റീവായി പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ഗുണങ്ങളും സവിശേഷതകളും എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഇങ്ങനെയുള്ള വ്യക്തികൾ ശുഭാപ്തി വിശ്വാസമുള്ള വ്യക്തികളായിരിക്കും. അതുപോലെ തന്നെ സ്നേഹം കൊടുക്കുവാനും വാങ്ങാനുമുള്ള കഴിവ് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അനുകമ്പ, വിശ്വാസം, സമാധാനം, പോസിറ്റീവ് മനോഭാവം, സമത്വ മനോഭാവം, സ്വീകാര്യത മനോഭാവം, സെൽഫ് ലവ്, ഇത് വളരെ എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ അവരെ തന്നെ സ്വന്തമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും. ഹാർട്ട് ചക്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അൺകണ്ടീഷണൽ ലവ് ആണ്. അതുകൊണ്ട് തന്നെ അൺകണ്ടീഷണൽ ലവ് ഹാർട്ട് ചക്ര ആക്റ്റീവായി പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ഒരു സവിശേഷത തന്നെയാണ്. ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ നിരവധി ഹീലിംഗ് മൊഡാലിറ്റീസുകൾ നിലവിലുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാണിക് ഹീലിംഗ്, കളേഴ്സ് തെറാപ്പി, ക്രിസ്റ്റൽ തെറാപ്പി എന്നിവയെല്ലാം.
അതുപോലെ തന്നെ മെഡിറ്റേഷൻ, പ്രാണായാമം എന്നിവയിലൂടെയെല്ലാം നമ്മുടെ ഹാർട്ട് ചക്രയെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പോസിറ്റീവ് അഫർമേഷൻ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നതിൽ കൂടി നമ്മുടെ ഹാർട്ട് ചക്രയെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് രാവിലെ നമ്മുടെ പ്രാഥമിക കാര്യങ്ങളും നമ്മുടെ ഉപാസനകളും പ്രാർത്ഥനയും കഴിഞ്ഞതിന് ശേഷം ദിവസവും നാം ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഹാർട്ട് ചക്രയെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന പോസിറ്റീവായിട്ടുള്ള ചില അഫർമേഷനാണ് നാം ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത്, ഞാൻ എന്നെ അഗാധമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത്, ഞാൻ ശുദ്ധമായ സ്നേഹത്തിന് അർഹനാണ്. മൂന്നാമത്തേത്, ഞാൻ എല്ലാ ജീവജാലങ്ങളുമായും സ്നേഹത്തോടു കൂടി ജീവിക്കുന്നു. നാലാമത്തേത്, എൻ്റെ കഴിഞ്ഞുപോയ തെറ്റുകളിൽ ഞാൻ ക്ഷമിക്കുകയും അതിൽ നിന്ന് ഞാൻ പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അഞ്ചാമത്തേത്, സ്നേഹം നൽകാനും വാങ്ങുവാനും ഞാൻ തയ്യാറാണ്. ആറാമത്തേത്, എൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവനാണ്. ഇതുവരെ പറഞ്ഞിട്ടുള്ള പോസിറ്റീവ് അഫർമേഷനിൽ നിന്നും നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള 3-4 സെലക്ട് ചെയ്തുകൊണ്ട് ദിവസവും രാവിലെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിൽ കൂടി, ദിവസവും ഇത് ഉരുവിടുന്നതിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പോസിറ്റീവ് മനോഭാവത്തെ നിലനിർത്തുവാനും നിങ്ങളുടെ ഹാർട്ട് ചക്രയെ ആക്ടിവേറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹാർട്ട് ചക്രയെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന മന്ത്രമാണ് യം എന്നുള്ളത്. ഇതുവരെ ഞാൻ നിങ്ങളുമായിട്ട് സംവദിച്ചത് ഹാർട്ട് ചക്ര തകരാറിലായാൽ സംഭവിക്കുന്ന മാനസികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഇതിന് നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും, എനർജൈസ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ നന്ദി.